So welcome back. We are in the 10th class of Excel in Excel. Today we will look something about string functions. String functions are text functions. Another function char function. Char function use computer ASCII values ASCII values computer character storage. അതിന്റെ ASCII values ഇപ്പോൾ 65 ഒക്കെ അതിന്റെ ASCII value ആണ്. അപ്പോൾ ഈ 65 എന്നുള്ള കോഡ് കമ്പ്യൂട്ടറിനകത്ത് ഏത് ക്യാരക്ടറിന്റെ ASCII ആണ് അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ char ഫംഗ്ഷൻ ഉപയോഗിക്കുക. char ഓക്കെ. അപ്പോൾ 65 എന്നുള്ളത് എയുടെ ASCII ആണ്. ഞാൻ 68 ആക്കുകയാണെങ്കിൽ ഡിയുടെ ASCII ആണ്. അതിപ്പോൾ 98 ആക്കുകയാണെങ്കിൽ അത് സ്മോൾ ബി ആണ്. അപ്പൊ അങ്ങനെ ഈ ASCII കോഡ് ഏത് ക്യാരക്ടറിന്റെ കറസ്പോണ്ടിങ് ASCII കോഡാണോ ആ കോഡ് കിട്ടാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുക, char ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഓക്കെ. അടുത്ത ഫംഗ്ഷൻ കൺകാറ്റിനേറ്റ്. ഇതൊരു യൂസ്ഫുൾ ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ ഒരു നെയിം എന്നൊരു കോളം ഉണ്ട്. ഇവിടെ ഒരു ഇനീഷ്യൽസ് അരുൺ എന്നൊരാളുടെ പേരുണ്ട്. ഇവിടെ കെ എന്നുണ്ട്. ഇവിടെ അനിൽ എന്നൊരു പേരുണ്ട്. ഇവിടെ ജോസ് എന്നൊരു പേരുണ്ട്. ഇവിടെ ജോസഫ് എന്നൊരു പേരുണ്ട്. ഇവിടെ ജിയോ. ഇപ്പൊ ഈ രണ്ട് ടെക്സ്റ്റ് കമ്പൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഈക്വൽ ടു കൺകാറ്റിനേറ്റ്. രണ്ടോ അതിൽ കൂടുതൽ ടെക്സ്റ്റ് നമുക്ക് ഒരുമിച്ചാക്കാൻ പറ്റും, കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കോമ ഇത് കോമ ഇട്ട് നമുക്ക് വീണ്ടും ഉള്ളിൽ കൊടുക്കാം. കണ്ടോ, ഇതിപ്പോ രണ്ട് കോളത്തിലെ വാല്യൂസ് നമുക്ക് ഒരുമിച്ചാക്കാൻ വേണ്ടിയാണ് കൺകാറ്റിനേറ്റ് ഉപയോഗിക്കുക. അതിനിടയ്ക്ക് സ്പേസ് വേണമെങ്കിൽ കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്പേസ് കൊടുക്കാം. കോമ കോഡ്സിനകത്ത് സ്പേസും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സ്പേസും കൺകാറ്റിനേറ്റ് ചെയ്യും. അപ്പോൾ രണ്ട് കോളത്തിനകത്തുള്ള വാല്യൂസ് നമുക്ക് ഒരുമിച്ചാക്കണമെങ്കിൽ നമുക്ക് കൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് ഡോളർ. അതായത് ഇപ്പോൾ ഒരു നമ്പർ ഉണ്ട്. ഈ നമ്പറിനെ എനിക്ക് ഒരു കറൻസി ആക്കി മാറ്റാം. ഡോളർ ഏത് നമ്പറിന്. ഓക്കെ. സോ വിൽ ബി ഗെറ്റിംഗ് ആസ് $23. ഇതൊരു ടെക്സ്റ്റ് ആണ്. അപ്പൊ ഈ നമ്പറിനെ ഒരു ടെക്സ്റ്റ് ടൈപ്പുള്ള ഡോളറാക്കി മാറ്റാം. അപ്പൊ ഇത് നമുക്ക് കാൽക്കുലേഷനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഒരു കൺവേർഷൻ ഓഫ് നമ്പർ ടു ഡോളർ ഉണ്ട്. അത് നമുക്ക് നമ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിപ്പോ ടെക്സ്റ്റ് ആണ്. അലൈൻമെന്റ് കൊണ്ട് ലെഫ്റ്റിലാണ്. അപ്പോൾ ഡോളർ ഈസ് യൂസ് ഫോർ കൺവേർട്ടിംഗ് ടു എ ടെക്സ്റ്റ് യൂസിങ് എ ഡോളർ സിമ്പൽ. ഇത് എക്സാക്ട് ആണ്. എക്സാക്ട് എന്നുള്ളത് രണ്ട് സ്ട്രിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ സിനു എന്ന ടെക്സ്റ്റ് ഉണ്ട്. ഇവിടെ സിനു ടെക്സ്റ്റ് ഉണ്ട്. കമ്പയർ ചെയ്യണം. ഈക്വൽ ടു എക്സാക്ട് ഈ ടെക്സ്റ്റ് കോമ ഈ ടെക്സ്റ്റ്. ട്രൂ നേടി. രണ്ട് ടെക്സ്റ്റും സെയിം ആണെങ്കിൽ ട്രൂ നേടി. ഈ യു മാത്രം ക്യാപിറ്റൽ ആക്കാം. കണ്ടോ, ഫോൾസ്. അതായത് എന്താണ്, കേസ് സെൻസിറ്റീവ് ആണ്. അതായത് ലോവർ കേസ് അപ്പർ കേസ് അതുകൂടി സെയിം ആണെങ്കിൽ മാത്രമായിരിക്കും എക്സാക്ട് ആയിട്ട്. അതായത് വൺ സ്ട്രിങ് ഈസ് ദ എക്സാക്ട് കോപ്പി ഓഫ് ദി അതർ സ്ട്രിങ്. അതാണ് എക്സാക്ട് ഫംഗ്ഷൻ. ഓക്കെ. അടുത്ത് ഫൈൻഡ് ഫംഗ്ഷൻ ആണ്. ഫൈൻഡ് ഫംഗ്ഷൻ കുറച്ച് യൂസ്ഫുൾ ഫംഗ്ഷൻ ആണ്. This is an Excel class.
ഇവിടെ ഒരു ആൻ എന്ന ടെക്സ്റ്റ് കൊടുക്കും. Find function is used for finding a text within a text. Then equal to find എന്ന് പറഞ്ഞു. അതായത് find text within text. അതായത് find this text within this text. ഓക്കെ, അതായത് നമ്മുടെ ആൻ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് ഇതിനകത്ത് 9ാമത്തെ ക്യാരക്ടറാണ്. ഓക്കെ, അതായത് ഈ സെർച്ച് ചെയ്യാൻ കൊടുത്ത ടെക്സ്റ്റ് എക്സൽ നോക്കുകയാണെങ്കിൽ അതെന്താണ്, ഈ ടെക്സ്റ്റിനകത്ത് 12ാമത്തെ ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഫൈൻഡിന്റെ ആവശ്യം. ടു സെർച്ച് എ ടെക്സ്റ്റ് വിതിൻ അനദർ ടെക്സ്റ്റ്. ഓക്കെ, ഫൈൻഡ് ഫംഗ്ഷൻ. ദെൻ ലെഫ്റ്റ് എന്നുള്ളത് ഹലോ ഗുഡ് മോർണിംഗ് ഒരു സ്ട്രിംഗ് കൊടുത്തിരിക്കുകയാണ്. ലെഫ്റ്റ് ഫംഗ്ഷന്റെ ആവശ്യമുള്ളത് നമുക്ക് അതിനകത്തുനിന്ന് കുറച്ച് ക്യാരക്ടർ മാത്രം എടുത്ത് മാറ്റണം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ് ലെഫ്റ്റ്. ഈ ടെക്സ്റ്റിനകത്തുനിന്ന് 5 ക്യാരക്ടർ മാത്രം ലെഫ്റ്റ് സൈഡിൽ വെക്കണം. ഹലോ, അപ്പൊ അങ്ങനെ ഒരു സ്ട്രിങ്ങിനകത്തുനിന്ന് ഉണ്ടോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇവിടെ കൊടുത്ത ക്യാരക്ടർ 8 ആണെങ്കിൽ 8 ക്യാരക്ടർ കിട്ടും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ച് ക്യാരക്ടർ മാത്രം എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ലെഫ്റ്റ് ഫംഗ്ഷൻ. അതുപോലെ ലെൻ എന്നൊരു ഫംഗ്ഷൻ ഈക്വൽ ടു ലെങ്ത് ആണ്. ലെങ്ത് ഓഫ് ഇത് കൊടുക്കുകയാണെങ്കിൽ ഒരു ലെങ്ത് കിട്ടും, എത്ര ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അത് 17 ക്യാരക്ടേഴ്സിന് കിട്ടി, ലെങ്ത് കിട്ടി. അതുപോലെ അടുത്തത് ലോവർ എന്നൊരു ഫംഗ്ഷനാണ്. ലോവർ ഫംഗ്ഷൻ ഉള്ളത് ഇതിനകത്തുള്ള ലെറ്റേഴ്സ് ക്യാപിറ്റൽ ആയിരിക്കും. ഇതിനകത്തുള്ള കുറച്ച് ക്യാപിറ്റലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കാര്യം ഈക്വൽ ടു ലോവർ എന്ന് കൊടുത്തിട്ട് സെലക്ഷൻ ആക്കുകയാണെങ്കിൽ നമുക്കെല്ലാം ലോവർ കേസ് കിട്ടും. സ്മോൾ ലെറ്റർ ആക്കി മാറ്റും ലോവർ കേസ്. അടുത്ത് മിഡ് എന്നൊരു ഫംഗ്ഷൻ. മിഡ് ഫംഗ്ഷൻ എന്നുള്ളത് കണ്ടോ, അതായത് ഒരു സ്ട്രിങ്ങിനകത്തുനിന്ന് കുറച്ച് ക്യാരക്ടർ മാത്രം പറക്കി മാറ്റാൻ വേണ്ടി. ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് കുറച്ചെടുക്കും, ഇതാണെങ്കിൽ നടുക്കുന്ന കിട്ടും. അപ്പോൾ മിഡ് ടെക്സ്റ്റ് കോമ സ്റ്റാർട്ടിംഗ് നമ്പർ 5ാമത്തെ മുതൽ 4 കിട്ടും. അപ്പോൾ ഈ സ്ട്രിങ്ങിനകത്തുനിന്ന് 5ാമത്തെ ക്യാരക്ടർ മുതൽ 4 അതാണ് മിഡ് ഫംഗ്ഷൻ്റെ ആവശ്യം. ലെഫ്റ്റ് ആയിട്ട് നമുക്ക് എന്തായാലും ലെഫ്റ്റ് സൈഡിൽ കിട്ടി. അതുപോലെ മിഡ് ആകുമ്പോൾ ഫ്രം ദി മിഡിൽ നമുക്ക് കിട്ടും. അടുത്തത് പ്രോപ്പർ എന്ന ഫംഗ്ഷൻ. പ്രോപ്പർ കേസ് അതിപ്പോ ഞാനിപ്പോ ഒരു ദിസ് ഈസ് എക്സൽ എല്ലാം സ്മോൾ ആയിട്ട് അടിക്കും. ഞാൻ ഈക്വൽ ടു പ്രോപ്പർ എന്നൊരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്യാൻ കൊടുത്താൽ ഓക്കെ ഉണ്ടോ. അതായത് എന്താണ് എല്ലാ വാക്കിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയി തരും. പ്രോപ്പർ കേസ് അല്ലെങ്കിൽ ടൈറ്റിൽ കേസ് എന്ന് പറയും. സോ ടു കൺവേർട്ട് ടെക്സ്റ്റ് ടു ടൈറ്റിൽ കേസ്. ഓക്കെ, ഇനിയിപ്പോ റൈറ്റ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് പോലെയാണ് റൈറ്റ് ഫംഗ്ഷനും. ഈക്വൽ ടു റൈറ്റ് എന്ന് കൊടുത്തിട്ട് ഈ ടെക്സ്റ്റിനകത്തുനിന്ന് റൈറ്റിൽ നിന്ന് 3 ക്യാരക്ടർ എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ 3 ക്യാരക്ടർ കിട്ടി. അപ്പൊ ലെഫ്റ്റ് പോലെ തന്നെ റൈറ്റ് ഫംഗ്ഷൻ ആണ് റൈറ്റ് എന്ന ഫംഗ്ഷൻ. അപ്പൊ ലെഫ്റ്റ് റൈറ്റ് മിഡ് അത് മൂന്നും നമുക്ക് വി ക്യാൻ എക്സ്ട്രാക്ട് ക്യാരക്ടേഴ്സ് ഫ്രം എ ടെക്സ്റ്റ്. അപ്പോൾ എക്സ്ട്രാക്ഷൻ ഈസ് ഡൺ ബൈ റൈറ്റ്, ലെഫ്റ്റ് ആൻഡ് മിഡ്, ആൻഡ് ജോയിനിങ് ഈസ് ഡൺ ബൈ concatenate. ഓക്കെ, ഇനി അടുത്ത ഫംഗ്ഷൻ ഉണ്ട് റിപ്പീറ്റ് ഫംഗ്ഷൻ. റിപ്പീറ്റ് ഈക്വൽ ടു റിപ്പീറ്റ് ഈ സ്ട്രിംഗ് കൊടുത്തു.
കോമ 5 ടൈംസ് കൊടുക്കും. നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സ്ട്രിങ് 5 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ എന്തെങ്കിലും ചെറിയ ക്യാരക്ടർ നമുക്ക് 5 ടൈംസ് അല്ലെങ്കിൽ ഇത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്ക് we can use this repeat function. ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആണ് റിപ്പീറ്റ്. അടുത്ത് റീപ്ലേസ് എന്ന ഫംഗ്ഷൻ. റീപ്ലേസ് ഈക്വൽ ടു റീപ്ലേസ്. നോക്കാം ഓൾഡ് ടെക്സ്റ്റ് ആണ്. ഇതാണ് ഓൾഡ് ടെക്സ്റ്റ്. അല്ലെങ്കിൽ ഇത് കൊടുക്കാം. ടെക്സ്റ്റ് കൊടുക്കും. കോമ സ്റ്റാർട്ട് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ന്യൂ ടെക്സ്റ്റ്. അതായത് ഒരു എക്സിസ്റ്റിംഗ് ടെക്സ്റ്റിനകത്ത് കുറച്ച് പോർഷൻ മാത്രം മാറ്റി നമുക്ക് എന്താക്കാം, നമുക്കത് വേറെ ടെക്സ്റ്റാക്കി മാറ്റാം. ഞാനിപ്പോൾ ഓൾഡ് ടെക്സ്റ്റ് ദിസ് ഈസ് എക്സൽ എന്നാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ ദിസ് ഈസ് എക്സൽ മാറ്റിയിട്ട് അതിൻ്റെ സ്റ്റാർട്ട് നമ്പർ ഞാൻ ഒരു 4, 5, 6 ഈസിന് പകരം 6 എന്ന് കൊടുത്തിട്ട് 6 മുതൽ ഈസ് 2 ക്യാരക്ടർ ഉള്ളത് 2 ക്യാരക്ടേഴ്സ് അതിന് പകരം അപ്പോൾ ദിസ് ഈസ് എക്സലിന് പകരം ഈസിന് പകരം നമുക്ക് എന്തിലാക്കി മാറ്റാം. അപ്പോൾ ദിസ് ഞാനിപ്പോൾ അത് റെഫേഴ്സ് എന്ന് നോക്കണം. REFERS ഇനി റെഫേഴ്സ് ടു എന്ന് എഴുതണം. ഓക്കെ. അപ്പോൾ എന്താ നോക്കുക, ദിസ് റെഫേഴ്സ് ടു എക്സൽ എന്നായി. ഇത് നോക്കുക, കുറച്ച് കാര്യങ്ങൾ വെച്ചത് ചെയ്തു. അതായത് റീപ്ലേസ് ഏത് സെല്ലിലെ വാല്യൂ വേണ്ടത്, കോമ എത്രാമത്തെ ക്യാരക്ടർ മുതൽ എത്ര എണ്ണം മാറ്റണം, 6ാമത്തെ ക്യാരക്ടർ മുതൽ 2 എണ്ണം മാറ്റണം, ഈ മാറ്റുന്ന ടെക്സ്റ്റിന് പകരം എന്ത് വരണം, അതാണ് ഇത്. അപ്പോൾ 2 എണ്ണം മാറ്റി 2 അല്ല എത്ര വരുത്താം, അതാണ് റീപ്ലേസിങ് എ സ്ട്രിങ് ആണത്. ഓക്കെ, റീപ്ലേസിങ് എ സ്ട്രിങ് ആണ് അത്. Okay, then searching a string. Text this is Excel. Okay, search the function equal to search. അതായത് find text within text. ഏത് ടെക്സ്റ്റിനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്, എനിക്ക് ഈസ് എന്ന ടെക്സ്റ്റിനെ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, എവിടെ ഫൈൻഡ് ചെയ്യണം, ഇവിടെ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അതായത് ഈസ് എന്ന ടെക്സ്റ്റ് എവിടെയുള്ളത്, 3ാമത്തെ ഡിസിനകത്ത് ഈസ് ഉണ്ട്. 3ാമത്തെ ക്യാരക്ടർ മുതൽ എന്തുണ്ട്, ഈസ് എന്ന് കാണും. ഓക്കെ, അപ്പൊ അത് സെർച്ച് എന്നൊരു ഇതാണ്. ഫൈൻഡും സെർച്ച് ചെയ്താണ്ടൊക്കെ ഒരുപോലെയാണ്. അടുത്ത ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അത് റീപ്ലേസ് പോലെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട്. Substitute text, all text, no text. അപ്പോൾ ഇതിനകത്തുള്ള ഈസിന് പകരം വാസ് മാറും. ഇവിടെ ഈസ് ഉണ്ട്, ദിസ് ഈസിന്റെ പകരം വാസായി. അപ്പോൾ ഓരോ ഈസ് എന്താക്കി മാറ്റി വാസാക്കി മാറ്റി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. റീപ്ലേസ് ഉള്ള എന്തായിരുന്നു, ഇത്രാമത്തെ ക്യാരക്ടർ മുതലുള്ള എന്നായിരുന്നു. ഇതിപ്പോ ഒരു സെർച്ചിങ് ആൻഡ് റീപ്ലേസിങ് പോലെയാണ്. ഇത് ഈസിന് പകരം വാസാക്കി. ഫൈൻഡ് എന്നുള്ള റീപ്ലേസ് എന്തായിരുന്നു, റീപ്ലേസ് എന്നുള്ളത് ഇത്രാമത്തെ ക്യാരക്ടർ മുതലുള്ള കാര്യങ്ങളെ മാറ്റിയിട്ട് വേറെ ഇത്ര ക്യാരക്ടർ ആക്കി മാറ്റാനായിരുന്നു. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ഒരു ഫൈൻഡ് റീപ്ലേസ് പോലെയാണ്. അടുത്ത് ടെക്സ്റ്റ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ഫംഗ്ഷൻ ഉള്ളപ്പോൾ ഒരു നമ്പർ ഉണ്ടായിരിക്കും. 32 നമ്പർ ഉണ്ട്. ഈക്വൽ ടു ടെക്സ്റ്റ് ഓക്കെ, പാരാമീറ്റർ വേണം. പാരാമീറ്റർ ആയിട്ട് 0 കൊടുത്താൽ മതി. അതായത് കൺവേർട്ടിങ് എ ടെക്സ്റ്റ് ടു എ നമ്പർ ടു ടെക്സ്റ്റ് ആണ്. അപ്പോൾ കൺവേർട്ടിങ് എ നമ്പർ ടു ടെക്സ്റ്റിനകത്ത് ടെക്സ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. ദെൻ ട്രിം എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ട്രിം എന്നൊരു ഫംഗ്ഷൻ ഉള്ളത്
ഒരു ടെക്സ്റ്റിനകത്തുള്ള സ്പേസ് ഒക്കെ റിമൂവ് ചെയ്യും. ഈക്വൽ ടു ട്രിം എന്ന് കൊടുത്തിട്ട് ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റിനകത്തുള്ള അനാവശ്യമായ സ്പേസുകൾ എന്തെയും അത് റിമൂവ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഒരു കുറേ സ്പേസ് ഉണ്ടെങ്കിലും ഇവിടെ എന്താ കിട്ടുക, സ്പേസ് കളഞ്ഞു കിട്ടും. അതായത് ഓരോ സ്പേസിൽ കൂടുതലുണ്ടെങ്കിൽ പോലും ഇവിടെ സ്പേസ് ഉണ്ടാവില്ല. ട്രിം ഉള്ളത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നടുക്കുള്ള അനാവശ്യമായ സ്പേസുകൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. അത് നോക്കാം. വേറൊരു സെല്ല് കൊടുക്കുക, സ്പേസ് 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 രണ്ട് സ്പേസ് കൊടുത്തു, എസ് സ്പേസ് 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 ടി ടി സ്പേസ് 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 ജി ജി. അപ്പോൾ ഈക്വൽ ടു ട്രിം എന്ന് കൊടുത്തിട്ട് ഇത് കൊടുത്താൽ അനാവശ്യമായ സ്പേസ് ഇല്ലെങ്കിൽ ഒറ്റ സ്പേസ് മാത്രമേ ഉണ്ടാവും. പിന്നെ അപ്പർ എന്ന ഫംഗ്ഷൻ നമുക്ക് ലോവറിന് നേരെ ഓപ്പോസിറ്റ് അപ്പർ കേസ് ആക്കി മാറ്റും. ഈക്വൽ ടു അപ്പർ എന്ന് കൊടുത്തിട്ട് ഇത് കൊടുത്താൽ എല്ലാം ക്യാപിറ്റലാക്കി മാറ്റും. ഇനി വാല്യൂ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. വാല്യൂ എന്നുള്ളത് നമ്മൾ ആദ്യം ടെക്സ്റ്റ് നമ്പർ ടെക്സ്റ്റ് ആക്കി തിരിച്ചാക്കണേ നമുക്ക് വാല്യൂ ഓഫ് ഇതിപ്പോ ടെക്സ്റ്റ് ആണ് നമ്പർ ആക്കി മാറ്റി. അപ്പോൾ ആദ്യം നമ്മളൊരു നമ്പർ നമ്മൾ ടെക്സ്റ്റ് ആക്കി മാറ്റി ടെക്സ്റ്റ് ഉപയോഗിച്ചു, ടെക്സ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചു. അത് തിരിച്ചാക്കണേ നമുക്ക് എന്ത് ഉപയോഗിക്കാം, വാല്യൂ ഫംഗ്ഷൻ ഉപയോഗിക്കും. ഇനി ഇവിടെ ഒരു ടി എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഫംഗ്ഷന്റെ പേര് ടി എന്നുണ്ട്. അപ്പോൾ ഈക്വൽ ടു ടി എന്നുള്ളത് ചെക്സ് വെദർ ഇറ്റ് ഈസ് ടെക്സ്റ്റ് എന്നാണ്. ടി എന്ന് കൊടുത്തിട്ട് ഇതിപ്പോ ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ടെക്സ്റ്റ് അങ്ങനെ കിട്ടും നമുക്ക്. ഓക്കെ, ഇനി ആ ടെക്സ്റ്റിന് പറഞ്ഞ ഒരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോ നമ്പറാണ്, നമ്പർ കൊടുക്കുകയാണെങ്കിൽ അത് ബ്ലാങ്ക് ഒന്നും കിട്ടില്ല. അത് ഇപ്പൊ ടെക്സ്റ്റ് ആയ ഒരു വാല്യൂ ആണെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റ് തിരിച്ചു കിട്ടും, ഒരു നേരെ തിരിച്ചു കിട്ടും. നമ്പർ ആണെങ്കിൽ അത് ഇറ്റ് റിട്ടേൺസ് നത്തിങ്, അല്ലെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഷോ നത്തിങ്, ഷോ എനിത്തിങ്. അപ്പൊ ഇങ്ങനെ കുറച്ച് സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയ ഫംഗ്ഷൻസ് ആണ്. പ്രത്യേകിച്ച് കൺകാറ്റനേറ്റ്, സെർച്ച്, ഫൈൻഡ്, ലെങ്ത്, അതുപോലെ ലോവർ, അപ്പർ, എല്ലാ ഫംഗ്ഷൻസും പറഞ്ഞ ഫംഗ്ഷൻസ് എല്ലാം യൂസ്ഫുൾ ഫംഗ്ഷൻസ് ആണ്. നിങ്ങൾ കുറേ ഇത് ട്രൈ ചെയ്ത് നോക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു അരമണിക്കൂറോളം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ച് നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ദിവസം.